വരുന്നില്ല, നമ്മളെ വീട്ടിൽ ചോറയ്ക്കാൻ വരുന്നില്ല, നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നില്ല, ഞാൻ വിളിച്ചപ്പോ പരിപാടിക്ക് വന്നിട്ടില്ല, അതല്ലെങ്കിൽ അയാളെ ലീവിന്റെ ദിവസം ഒരു ചെറിയ ആവശ്യം പറഞ്ഞപ്പോ അയാളത് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പാവപ്പെട്ട നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ എല്ലാ മാലിന്യങ്ങളും മുദരിസുമാരും എല്ലാ ഉസ്താദുമാരും പാവങ്ങളാണ്, സാധുക്കളാണ്, നിസ്വാർത്ഥരാണ്, നിഷ്കളങ്കരാണ്. അങ്ങനെ ഒരു വക്രബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരു മഹല്ലിൽ ഒരുപാട് മക്കളെ മുത്താലിമീങ്ങളെ മദ്രസ വിദ്യാർത്ഥികളെ ബുദ്ധിപൂർവം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ഉസ്താദാണെങ്കിൽ അയാൾക്കൊരു ഇന്റർനാഷണൽ സൂപ്പർ മാർക്കറ്റ് വളരെ സുന്ദരമായി നയിക്കാൻ കഴിയും. ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ശമ്പളം വേണ്ട രൂപത്തിൽ കൈപ്പറ്റാനും സാധിക്കും. എന്നിട്ടും ഈ ആലിമീങ്ങൾ ആരും അങ്ങനെ ഒരു പണിക്ക് പോകാതെ ശമ്പളം പോലും ചോദിക്കാതെ നല്ല നല്ല മഹല്ലുകളിൽ വന്ന് നാളെ ആഖിറത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സേവനം ചെയ്യുമ്പോ ഇല്ലാത്ത ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പാവപ്പെട്ട ഉസ്താദുമാർക്കെതിരെ കുതിര കയറുന്ന സാധാരണക്കാരനാണെങ്കിലും എത്ര വലിയ കുബേരനാണെങ്കിലും എത്ര വലിയ തറവാടിത്തമുള്ളവനാണെങ്കിലും ബദരീകളെ സദസ്സിൽ വെച്ച് ഗൗരവം ഓർമ്മപ്പെടുത്തുക, അനുഭവിക്കുക തന്നെ ചെയ്യും. മരിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ വേദന രുചിച്ചറിയുക തന്നെ ചെയ്യും. സക്കറാത്തിന്റെ ഹാലിൽ ഒരിക്കലും സുഖിക്കാൻ ഒരു ഉസ്താദിനെയും കണ്ണുനീര് കൊടുത്ത ഒരുത്തനും സാധിക്കുകയില്ല. എത്ര വലിയ ഹോജയാണെങ്കിലും ശരി എന്ന് മഹാന്മാരായ ബദർ ശുഹദാക്കളെ മുൻനിർത്തി സാക്ഷി നിർത്തി എന്റെ സദസ്സിൽ വന്ന നിങ്ങളത്തരക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും ആരെങ്കിലും, ഞാനൊരു പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഞാനൊരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്, ഞാൻ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ളതാണ്. കുറവുകളും പോരായ്മകളൊക്കെ ആർക്കുണ്ടാകും, ശ്രദ്ധക്കുറവുകൾ ഉണ്ടാകും. അതൊക്കെ പറഞ്ഞ് നിരത്തി ആ ഉസ്താദുമാർ അല്ലെങ്കിൽ വരുന്ന സമയത്ത് മുമ്പ് അവർ ജോലി ചെയ്യുന്ന സ്ഥലം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് സ്വീകരിക്കുക. ഓരോ കൊല്ലം ഓരോരുത്തരെ നിർത്തുക, ഒരാളെ ഹത്തീമാക്കുക, പിന്നെ ഒരാളെ ഇമാമാക്കുക, ഒരാളെ മുക്രിയാക്കുക, എന്നിട്ട് അവരുടെ സമയത്ത് പിരിച്ചുവിടുക. അതല്ലെങ്കിൽ ലാസ്റ്റ് സമയത്ത് റമദാൻ തീരാ നേരത്തൊക്കെ എത്ര പാവപ്പെട്ട പണ്ഡിതന്മാർ കരഞ്ഞതിന്റെ പേരില ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ ആക്രോശിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളോടുള്ള വൈരാഗ്യമാണ് എന്ന് എത്ര ഉസ്താദുമാർ കരയാറുണ്ടെന്നറിയോ. വിളിച്ചിട്ട് ശമ്പളം പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉസ്താദുമാരുടെ ജോലി പോസ്റ്റിൽ ജോലി അന്വേഷിക്കുന്ന പാവപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടം പോലെ ഉണ്ടായത് കൊണ്ടാണോ നിങ്ങൾ ചോദിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ പാവപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഹൃദയം പൊട്ടിപ്പോകും, കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോകും. ഉസ്താദ് ഒന്നുമില്ലെങ്കിൽ വീട്ടില് പട്ടിണിയാണ്, ഒന്നുമില്ലെങ്കിൽ മഹല്ലിൽ സേവനം ചെയ്താൽ ആ മഹല്ലിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണം കൊണ്ട് സ്വന്തം ജീവിതം പട്ടിണി തീർത്ത് എന്തെങ്കിലും ആരെങ്കിലും തന്നാൽ പെരേക്ക് കൊടുത്തേക്കാലോ, പെരയിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു കലങ്ങുന്ന പാവപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ ഈ വേദനകൾ നമ്മുടെ ഹൃദയത്തിന് കീറാം, അത് വേദനിപ്പിക്കാൻ, നമുക്ക് നാളെ വേദനിക്കാൻ അങ്ങനെയുള്ള അപകടങ്ങൾ കാരണമാകും. അല്ലാഹു എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കാൻ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ. മിനിമം വ്യഭിചാരോപണമാണ്. പിന്നെ ആരും ഒന്നും ചോദിക്കൂലല്ലോ, ഒന്നും പറയണ്ട, ആരോടും പറയണ്ട. അയാൾ കത്തിട്ടാണ് പോയത്. ഏറ്റവും നല്ല ചില ആൾക്കാർ ഭയങ്കര ഉളഞ്ഞ ആളുകളാ. ഒരു പറയാ എന്നോടൊന്നും പറയിപ്പിക്കണ്ട, പറഞ്ഞാൽ മോശം ദീപത്തായി പോകും, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്തൊക്കെ ധരിക്കാം സുഹൃത്തെ, അനുഭവിക്കൂട്ടോ. നീ എത്ര വലിയ നേതാവാണെങ്കിലും നീ അനുഭവിക്കും. നീ എത്ര വലിയ സംഘടനാ പ്രവർത്തനമാണെങ്കിലും നീ അനുഭവിക്കും. നിന്റെ അനുഭവിച്ചത് ഈ സമൂഹം കാണും, അത് ചരിത്രമായി മാറും. അങ്ങനെ പണ്ട് ഒരു ഉസ്താദിനോട് ദർസിൽ നിന്ന് നിങ്ങൾ പരീക്ഷ നടത്തിയിട്ട് ഇവിടെ റിസൾട്ട് തൂക്കണമെന്ന് പറഞ്ഞ് ഒരു വലിയ കുബേരൻ, അയാള് വലിയ തറവാടിത്തളാണ്, അയാളുടെ പൈസ കൊണ്ടാണ് മുത്താലിമീങ്ങൾ വളരുന്നത്, അയാള് വലിയ സമ്പന്നനാണ്, അയാൾ നീളക്കുപ്പായുടെ ആചാരാണ്, അയാൾ തലയെക്കെട്ട് കെട്ടുന്ന ആളാണ്. അയാളുടെ കൂടെ ഒറ്റ ജമാഅത്തും പോകാതിരിക്കാൻ ഒരു ഹാദിമായ ഒരു മയ്യറെ കൊണ്ടിടക്കുന്ന ആളാണ് അയാൾ. ഉസ്താദിനോട് പറഞ്ഞു, നമ്മളെ തിന്നാൻ കൊടുക്കുന്നത്, അതുകൊണ്ട് കുട്ടികളെ പരീക്ഷ നടത്തിയിട്ട് മാർക്ക് പുറത്ത് പ്രസിദ്ധീകരിച്ച് മുത്താലിമീങ്ങളെ കുറവാക്കാറില്ല, അതുകൊണ്ട് അത് പറ്റൂല, ഞാനാണ് പറഞ്ഞത് മാർക്ക് ലിസ്റ്റ് ഇടണമെന്ന് പറഞ്ഞു. ആ പാവപ്പെട്ട പണ്ഡിതൻ ഈ വ്യക്തിയുടെ വാശിക്ക് മുമ്പിൽ പരീക്ഷ നടത്തിയിട്ട് പള്ളിയുടെ വരാന്തയിൽ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോ ഇയാൾ പിന്നെ അടുത്ത ജമാഅത്തിൽ വന്നിട്ട് പറഞ്ഞു പോലും, ഈ നായ്ക്കട്ടാണോ തിന്നാൻ കൊടുക്കുന്നത്, എന്താതൊക്കെ എന്താതൊക്കെ എത്ര മാർക്ക്. അങ്ങനെ പറഞ്ഞു. അവസാനം ചത്തുപോയിന. ഞാനിതൊരു സ്ഥലത്ത് നിന്ന് പറഞ്ഞപ്പോ
ആ തറവാടിന്റെ പേര് അയാൾ പറഞ്ഞു. അപ്പോ പരിപാടി കഴിഞ്ഞാൽ നമ്മളെ തറവാടിന്റെ പേരുകൾ പറഞ്ഞിട്ടില്ലേ, നമ്മളാ തറവാട്ടപ്പെട്ടാണ് നമ്മൾ എത്ര സങ്കടപ്പെടുന്നത് അറിയാം. നമ്മളെ തറവാട്ടിൽ നിന്നിട്ടുള്ള ദുരിമുണ്ടായതുകൊണ്ട് അവസാനം ഒരു അവിശ്വാസിയായ ഒരു പെണ്ണിനെ ഇത്രയും വലിയൊരു മനുഷ്യൻ നീളക്കുപ്പായിട്ട് തലക്കെട്ടും കെട്ടി കൂടഹാദ്യമായ ഒരു ആലിമിനെ ജമാഅത്ത് നഷ്ടപ്പെടാതെ കൊണ്ടുനടന്നു. ആ മഹല്ലിലെ മുഴുവൻ ദർശനം സംരക്ഷിച്ചു. അവസാനം അയാൾ അവിശ്വാസിയായ ഒരു പെണ്ണിനെ പ്രേമിച്ചു. ഇസ്ലാമിൽ നിന്ന് പുറത്തു ചാടി ആ പെണ്ണിനെ സ്വീകരിച്ചു. പുതിയ കാലത്തൊന്നുമല്ല, വാട്സപ്പ് യുഗത്തിലല്ല, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സംഭവത്തിലല്ല, ഏതോ കാലത്താ അയാൾ അനുഭവിച്ചത് ഈ പാവപ്പെട്ട മുത്തഅല്ലിമിന്റെയും ഈ പാവപ്പെട്ട പണ്ഡിതന്മാരുടെയും ചോരയാണ്. അതുകൊണ്ട് അവനവന് അനുഭവിക്കാതിരിക്കണമെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാ. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു മഹല്ലിൽ പോയാൽ പെട്ടെന്നോട് ഉസ്താദ് പറഞ്ഞത്, പോകുമ്പോൾ കമ്മിറ്റിക്കാർ ഒറ്റ ഡിമാൻഡാണ്, ഞങ്ങൾ കത്ത് തന്നിട്ടാണ് പോകുന്നത്, നീ നാട്ടുകാരോട് പറയരുത്, നിങ്ങൾ സ്വന്തം പോകുമ്പോഴെന്ന് പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഇങ്ങനത്തെ എന്തിനാണോ മഹല്ല് കമ്മിറ്റിയിലൊക്കെ കൂടേണ്ട ആവശ്യം? പച്ച നുണ പറയാൻ യോഗ്യതയുള്ള നീക്ക് എന്തിനാണോ മഹല്ല് കമ്മിറ്റിയിൽ നിൽക്കേണ്ട ആവശ്യം? അതൊരു വിരോധം നിൽക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം നമുക്ക്. എന്തിനാണോ ഒരു പാവപ്പെട്ട പണ്ഡിതൻ, ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ അയാൾ പറഞ്ഞ നുണ പറയേണ്ട ആവശ്യം, ഏറ്റു പറയേണ്ട ആവശ്യം? തൽക്കാലം ഒന്നും പറയണ്ട, കമ്മിറ്റിക്കാരെ കുറ്റപ്പെടുത്തും വേണ്ട, നിങ്ങൾ വേറെ നുണ പറഞ്ഞപ്പോൾ അവിടെ സംരക്ഷിക്കും വേണ്ട. നിങ്ങൾ ഞാനേതായാലും പോവുകയാണ്, നിങ്ങൾ എന്താ വെച്ചാൽ നോക്കിക്കോളി എന്ന് പറഞ്ഞു ഉണ്ടാതെ പോയിക്കോളി, നിങ്ങൾ ഒരിക്കലും വേണ്ടി നുണ പറയാൻ നിൽക്കരുത്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയാം, അയാൾക്ക് വേറെ ചെറിയ ചെറിയ മൈനസുകളുണ്ട്. എന്തൊരു ദുഃഖമാണത്. വേണ്ടെങ്കിൽ നല്ലവർക്ക് സ്വലാത്തിന്റെ വിട്ടൂടെ. അതുകൊണ്ട് ഇവിടെ വന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താൻ എന്റെ ഈ വാക്കുകൾ ഒരു പക്ഷേ ഓൺലൈനിൽ ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുകയാണെങ്കിൽ ഓർമ്മപ്പെടുത്താം. ഏതെങ്കിലും പാവപ്പെട്ട പണ്ഡിതന്മാർ, അയാൾ മുദരിസൊന്നുമല്ലോ, മൊല്ലാക്കാണല്ലോ, അപ്പൊ മൊല്ലാക്കാണെങ്കിലും പഠിച്ചിട്ടാ അയാൾ ഇൽമു കൊണ്ടാണോ മുഅ്മിനായത്? എന്തിനാണോ മുഅ്മിനാണെന്ന് രണ്ടാം കടക്കാരനെ കാണുന്നത്? ആലിമീങ്ങളുടെ ഇടയിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനവും മാനവും ചെയ്യുന്ന അമലിന് ഏറ്റവും വലിയ പ്രതിഫലവും അനുഭവിക്കുന്നത് ബാങ്ക് കൊടുക്കുന്ന പാവപ്പെട്ട മുഅദ്ദിന്മാരും ഉസ്താദുമാരാണ്. നിങ്ങൾ അറിയത്? നിങ്ങളെ വേർതിരിച്ചൊരാളെ ചവിട്ടിത്താത്തി കുറച്ച് കാണിക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം. ഈ സദസ്സിൽ വന്ന മദീനകളെ സ്നേഹിച്ച് ഒരുമിച്ചുകൂടി നമുക്ക് ആലിമീങ്ങളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള മനസ്സ് അള്ളാഹു നൽകുമാറാവട്ടെ. ഇങ്ങനെ ചത്തുപോകേണ്ടി വരും, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു മദീനയിൽ ഉണ്ടാകുന്നത് മതിയോ? പോരാ. ആ മഹാന്മാര് ശുഹദാക്കൾ, ആ മഹാസമരത്തിൽ പങ്കെടുത്ത മഹാന്മാർ പിന്നീട് കാലങ്ങൾക്ക് ശേഷം സ്വഹാബത്തിന്റെ ഇടയിൽ തർക്ക വിഷയങ്ങളിൽ പോലും സ്വഹാബികൾ ബദരീങ്ങൾ ഉണ്ടാകുമ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് പൊലിഞ്ഞു മാറിയിരുന്നു. അത്ര വലിയ ബദരീങ്ങളുണ്ടെങ്കിൽ എന്നാ പിന്നെ അവരൊക്കെ തർക്കത്തിനില്ല. ബഹുമാനിച്ച് കാണിച്ചു തന്ന മഹത്തുക്കളാണ് നമ്മുടെ പൂർവികർ. ആധുനിക കാലഘട്ടത്തിലെ പുതിയ സംസ്കാരം ബഹുമാനമില്ല, ആദരവില്ല, ആ പരിമനെ അടിച്ചു കൊല്ലുമ്പോ പിന്നെന്ത് പള്ളിയിലെ ഉസ്താദും മദ്രസയിലെ ഉസ്താദും. അതുകൊണ്ട് ഇവിടെ വന്നവരോട് പറയാ, ഈ ബദർ ചൊല്ലിയ പരിശുദ്ധ റമളാനിൽ പറയാ, നല്ല ശുദ്ധിയുള്ള ഹൃദയമായിട്ട് വേണം ഇവിടെ നമുക്ക് വേറെ പിരിയാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ്